വടക്കൻ ഗാസയിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ഭീകര സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ വടക്കൻ ഗാസ പ്രദേശങ്ങൾ തീവ്രമായ ആക്രമണങ്ങൾക്ക് ഇരയാക്കുമെന്നും അതിനാൽ എല്ലാവരും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നുമാണ് മുന്നറിയിപ്പ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നും 19 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഗൾഫിൽ ഈദുൽ അദ്ഹ ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് എമിറേറ്റ്സ് ജ്യോതിശാസ്ത്ര സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അറിയിച്ചതാണ് ഈ വിവരം. മെയ് 28 ബുധനാഴ്ച അൽ ഹിജ്ജയുടെ ആദ്യ ദിവസമായിരിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കും ഈദുൽ അദ്ഹ എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ദുബായിൽ ടാക്സിയിൽ യാത്ര ചെയ്താൽ ഇനി 30% തുക തിരിച്ചു കിട്ടും. റൈഡ് ഹെയിലിംഗ് ആപ്പ് ബോട്ട് ഉപയോഗിച്ച് ടാക്സിയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് യാത്ര ചെയ്തതിന്റെ 30% തുക തിരിച്ചു കിട്ടുന്നത്. ദുബായ് ടാക്സി കമ്പനിയുടെ ഏത് ടാക്സികളിൽ യാത്ര ചെയ്താലും ആദ്യത്തെ 3 യാത്രകളിലാണ് 30% തുക തിരിച്ചു നൽകുന്നത്. ഇതിനായി ആർക്കും ബോട്ട് ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കുവൈത്തിൽ നിയമലംഘകർ കരുതിയിരിക്കുക, പരിശോധന കർശനമാക്കി. 301 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധനകൾ കർശനമാക്കിയത്. കഴിഞ്ഞ ദിവസം ജലീബൽ ഷൊയ്ബ് മേഖലയിൽ നടന്ന വ്യാപകമായ പരിശോധനയിലാണ് 301 പേർ അറസ്റ്റിലായത്. ഇവരിൽ 249 പേരെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു. അത്യാധുനിക റോബോട്ട് പുറത്തിറക്കി ദുബായ് പോലീസ്. സങ്കീർണവും അപകട സാധ്യതയുള്ളതുമായ സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ കഴിവുള്ള പുതിയ കാലിബർ മിനി ഫ്ലക്സ് റോബോട്ടാണ് പുറത്തിറക്കിയത്. 36.7 കിലോഗ്രാം തൂക്കമുള്ള ഇതിന് 11 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനാവും. തത്സമയ വീഡിയോ ഓഡിയോ സ്ട്രീമിങ്ങിനും കഴിവുള്ളതാണ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന മിനി ഫ്ലക്സ് റോബോട്ട്. സൗദി അറേബ്യയിൽ ആശുപത്രിയിൽ നിന്ന് 3 നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോയി 20 വർഷത്തോളം സ്വന്തം മക്കളെ പോലെ വളർത്തിയ സ്വദേശി വനിതയ്ക്കും കൂട്ടാളിയായ യമനി പൗരനും വധശിക്ഷ നടപ്പിലാക്കി. സൗദി വനിത മറിയം അൽമിത് അബിൻ, കൂട്ടാളിയായ യമനി പൗരൻ മൻസൂർ ഖായിദ് അബ്ദുള്ള എന്നിവർക്കാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. സൗദിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജിന്റെ ഈ വർഷത്തെ ഹെറിറ്റേജ് അവാർഡ് മർക്കസ് നോളജ് സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷൻ സ്വീകരിച്ചു. പൈതൃക സംരക്ഷണത്തിന് മികച്ച മാതൃകകൾ ഉണ്ടാക്കിയതാണ് മലൈബാറിനെ അവാർഡിന് അർഹമാക്കിയത്. സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹുമൈദ് അൽ കാസ്മിയിൽ നിന്ന് മലൈബാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്സരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൂറുദ്ദീൻ മുസ്തഫ നൂറാനി എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെറിറ്റേജ് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ അസീസ് അൽ മുസല്ലം തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.